കർഷക ജനതയുടെയും കേരള ജനതയുടെയും കേരളത്തിൻ്റെ സമഗ്ര വികസനവും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്ര ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. അത് കർഷക ജനതയുടെയും മലയോര ജനതയുടെയും കേരളത്തിൻ്റെയും മൊത്തത്തിലുള്ള വികസനത്തിന് ഏറ്റവും നല്ല നിലയിലുള്ള ഇടപെടൽ UDF നേതൃത്വത്തോടൊപ്പം കേരള കോൺഗ്രസിന് പാർട്ടിയുടേതായിട്ടുള്ള സംഭാവന നൽകാൻ കഴിയും. അത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഈ VS-ന്റെ കാലത്ത് അങ്ങ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ജലവിഭവം കിട്ടിയത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കാലങ്ങളായിട്ട്, അഥവാ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ധനകാര്യ വകുപ്പ് കാലങ്ങളായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോൾ ജലവിഭവം, ധനകാര്യം, പൊതുമരാമത്ത് ഇതൊക്കെ കൈകാര്യം ചെയ്ത ചരിത്രമുണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച്. ഏതാണ് വകുപ്പ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? അല്ല, വകുപ്പുകളുടെ ചർച്ചയിലേക്ക് ഞങ്ങൾ കടന്നിരുന്നു. ഏതാനും ചില ആവശ്യങ്ങൾ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ചില പ്രപ്പോസൽസ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി വകുപ്പുകൾ സംബന്ധിച്ച്. ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കൾ ഇന്നലെ ആ കാര്യങ്ങളൊന്ന് വൈകിട്ട് കൂടിയാലോചിച്ചിരുന്നു. ഇന്ന് രാവിലെ തീർച്ചയായിട്ടും PJ ജോസഫ് സാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒരു കൂടിയാലോചന കൂടി വകുപ്പുകൾ സംബന്ധിച്ച് നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇക്കാര്യത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഉഭയകക്ഷി ചർച്ച കൂടി നടക്കും. ആ ചർച്ചയിൽ വെച്ച് വകുപ്പുകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത UDF മന്ത്രിസഭയിൽ K. മാണി സാർ ധനകാര്യമന്ത്രിയായിരുന്നു. PJ ജോസഫ് സാർ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. നിയമവകുപ്പും ഹൗസിംഗ്, അതുപോലെ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുമെല്ലാം 5 വകുപ്പുകൾ കേരള കോൺഗ്രസിനുണ്ടായിരുന്നു. 2 മന്ത്രിയും ഒരു ചീഫ് വിപ്പും 9 MLA-മാരുള്ള കേരള കോൺഗ്രസിന് UDF-ലുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട വകുപ്പ് പ്രാധാന്യമുള്ള വകുപ്പുകൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ്. ആഭ്യന്തരമന്ത്രിയായിട്ടും ധനകാര്യമന്ത്രി സ്ഥാനം, റവന്യൂ മന്ത്രിസ്ഥാനം, ഇതൊക്കെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ കാലാകാല ജലവിഭവ വകുപ്പ് ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു ആവശ്യം പാർട്ടി തീർച്ചയായിട്ടും ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിലൂടെ അത് ഫൈനലൈസ് ചെയ്യാൻ കഴിയും.